എന്റെ കൺമുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം വിമാനത്തിൽ. ഞാനിത് നോക്കി നിൽക്കുമെന്നാണോ? പിണറായിക്ക് നേരെ ആക്രമണം വന്നപ്പോൾ ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല. 2 വീശുമ്പോഴേക്കും പലതും താഴെ വീണിരിക്കുന്നത്. അത് അക്രമികൾ മനസ്സിലാക്കുന്നത് നല്ലത്. ആ കരുത്ത് എനിക്ക് ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. ആ കരുത്തും ശക്തിയും മനോധൈര്യവും എനിക്ക് നൽകിയത് നിങ്ങളാണ്. എന്നെ അടിച്ച് ഈ തെരുവിലിട്ടിട്ടില്ലേ? ബോധം കെടുത്തിയിട്ടില്ലേ? ഇവിടുത്തെ പയ്യാമ്പലത്തുള്ള അവിടുത്തെ ട്രെയിനിങ് സ്കൂളിൽ കമാൻഡേഴ്സ് അടിച്ച് 2 ദിവസത്തേക്ക് ബോധം കെടുത്തിയിട്ടതാണ്. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഈ നാടിന് വേണ്ടിയിട്ടാണ്, ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് പകരാനാണ്. അത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസമല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എന്നോട്, ഞാനത് വോട്ട് ചെയ്ത് പാപ്പിനിശ്ശേരി അരോളി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ജാവേദ്കറെ കണ്ടിരുന്നു? ഞാൻ 1.5 കൊല്ലം മുമ്പ് കണ്ടതാണ് ജാവേദ്കറെ. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടതല്ല, അദ്ദേഹം എന്നെ വന്ന് കണ്ടതാണ്. ഞാൻ എന്തൊരു കളവ് പറയണം? എനിക്ക് മടിയിൽ ഖനമുണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിരുന്നല്ലോ. 1.5 കൊല്ലം മുമ്പാ. എന്താ പിറ്റേ ദിവസം പത്രങ്ങൾ എഴുതിയത്, ദൃശ്യമാധ്യമങ്ങൾ വന്നത്? ജാവേദ്കറും ഞാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, BJP CPM ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ? ആ വാർത്ത പിന്നെ ഏതെങ്കിലും പത്രം തിരുത്തിയോ? ഇതെല്ലാം ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ബുദ്ധിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ ആസൂത്രിതമായ പദ്ധതി വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ, അവരുടെ ആസൂത്രിതമായ നീക്കമാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം വേട്ടയാടലുകളാണ് എനിക്ക് നേരെ ഉണ്ടായത്. ഞാൻ ചിന്തിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉണ്ടാകുമാകുമോ എന്ന് പോലും സംശയമാണ്. പിണറായിയെ പോലെയുള്ള ഉന്നതരായ നേതാക്കൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, അതിന്റെ കരുത്തും ശക്തിയുമുണ്ട്. പക്ഷെ എത്രമാത്രം ആക്രമണങ്ങളാണ്, എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്ന് എനിക്കൊരു നിശ്ചയവുമില്ല. പക്ഷെ ഞാൻ കണ്ടെത്തുന്നത് അത് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിന്റെയും CPM-നെ തകർക്കാനുള്ള സംഘടിതമായ നീക്കത്തിന്റെയും ഭാഗമാണ്. കെട്ടിച്ചമച്ച എത്രമാത്രം കഥകളാണ്. എനിക്ക് ഞാൻ തൃശ്ശൂരിൽ പാർട്ടി സെക്രട്ടറിയായി കുറെ കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്കെതിരായിട്ട് ഈ തൃശ്ശൂരിലെ ശോഭാ സിറ്റി എന്ന് പറയുന്നത് കോടീശ്വരന്മാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു വൻ സംവിധാനമാണ്. ആ ശോഭാ സിറ്റിയിൽ എനിക്ക് വീടുണ്ട് എന്ന് എഴുതിയതല്ലേ ഇവിടുത്തെ ചില പ്രധാന പത്രങ്ങൾ. എന്നാൽ പിന്നീട് അത് ഇല്ലെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്തിയിട്ടുണ്ടോ? എനിക്ക് ശോഭാ സിറ്റിയിൽ വീട്, ഇവിടെ തന്നെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിന്റെ മുമ്പിൽ സ്വിമ്മിംഗ് പൂൾ, എന്റെ വീട്ടിന്റെ ഗേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പടമെടുത്ത് പ്രസിദ്ധീകരിച്ചില്ലേ. എന്റെ ഭാര്യ, ഞങ്ങള് ഒരു ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിന് ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ആ വിവാഹത്തിന് പോയി. വിവാഹമൊക്കെ കഴിഞ്ഞാൽ സാധാരണ ആളുകളൊക്കെ പടമെടുക്കും. മുഖ്യമന്ത്രിയുടെ ഭാര്യ, അതുപോലെ തന്നെ മകളുടെ നമ്മുടെ റിയാസ്, ഞാനും ഇന്ദിരയും ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു പടമെടുത്തു. ആ പടത്തിൽ ഇന്ദിരയുടെ തല വെട്ടിയെടുത്ത് ആ തലക്ക് മുകളിൽ സ്വപ്ന സുരേഷിന്റെ പടം വെച്ച് ഈ കല്യാണത്തിന് സ്വപ്ന സുരേഷ് പങ്കെടുത്തു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത്, ചിത്രം കൊടുത്ത് പ്രചരിപ്പിച്ചില്ല. എത്രമാത്രം നെറികെട്ടതായിരുന്നു അത്. ഇപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്. ആ അധ്യക്ഷൻ, അദ്ദേഹം BJP-യുടെ
കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ ബംഗാളിലുള്ള ഒരു BJPയുടെ വനിതാ മന്ത്രി ഈ രണ്ടുപേരും കൂടി അവരുടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിൽ ഒരു വീട്ടിൽ അവർ ഗസ്റ്റ് ഹൗസിലോ അവരുടെ വീട്ടിലോ ഒരു ഇരിക്കുന്നൊരു പടം. ആ പടത്തിൽ ബംഗാളിലുള്ള BJP വനിതാ മന്ത്രിയുടെ തല വെട്ടിയെടുത്ത് എന്റെ ഭാര്യയുടെ തല വെച്ച് BJPയും ഞാനും തമ്മിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ? ഈ മാധ്യമങ്ങൾ അത് തിരുത്തിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ പരാമർശിച്ച കാര്യം ജാവേദ്കർ. ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് എന്റെ മകന്റെ വീട്ടിൽ അന്ന് പാർട്ടിയുടെ ഒരു യോഗമുണ്ട്, ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് അദ്ദേഹത്തെയും കൂട്ടി ഒരാൾ ആ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് അയാൾ ഒരു പരിചയവുമില്ല. വന്നു, അപ്പൊ പറഞ്ഞു ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്, ഞാനാണ് ജാവേദ്കർ, BJPയുടെ ഇവിടുത്തെ കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ദേശീയ നേതൃത്വം എന്നെ ചുമതലപ്പെടുത്തി ഞാനിവിടെ വന്ന് ചുമതലയെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്, നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ രമേശ് ചെന്നിത്തലയെ കണ്ടു, ഉമ്മൻചാണ്ടി, ഞാൻ ഈ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു, നിങ്ങൾ LDF കൺവീനർ എന്നുള്ള നിലയിൽ നിങ്ങളുമായി പരിചയപ്പെടാൻ വന്നതാണ്. ഒരു 5 മിനിറ്റ് നേരമില്ല. അത് കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ദിവസമല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എന്നോട്, ഞാനത് വോട്ട് ചെയ്ത് പാപ്പിനിശ്ശേരി അരോളി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ജാവേദ്കറെ കണ്ടിരുന്നു? ഞാൻ 1.5 കൊല്ലം മുമ്പ് കണ്ടതാണ് ജാവേദ്കറെ. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടതല്ല, അദ്ദേഹം എന്നെ വന്ന് കണ്ടതാണ്. ഞാൻ എന്തൊരു കളവ് പറയണം? എനിക്ക് മടിയിൽ ഖനമുണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിരുന്നല്ലോ, 1.5 കൊല്ലം മുമ്പാ. എന്താ പിറ്റേ ദിവസം പത്രങ്ങൾ എഴുതിയത്, ദൃശ്യമാധ്യമങ്ങൾ വന്നത്? ജാവേദ്കർ ഞാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, BJP CPM ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തില്ലേ? ആ വാർത്ത പിന്നെ ഏതെങ്കിലും പത്രം തിരുത്തിയോ? ഇതെല്ലാം ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ബുദ്ധിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ ആസൂത്രിതമായ പദ്ധതി വലതുപക്ഷ ശക്തികൾ, പിന്തിരിപ്പ ശക്തികൾ, ഇടതുപക്ഷ വിരുദ്ധന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ, അവരുടെ ആസൂത്രിതമായ നീക്കമാണ്. ഇങ്ങനെ 1-2 വിഷയങ്ങളല്ല. പുസ്തകത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം നാളെ രാവിലെ 10 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നു. DC ബുക്സിന്റെ ഓൺലൈനിൽ വരികയാണ്. എന്ത് അഹങ്കാരവും ധിക്കാരവുമാണ് കാണിച്ചത്! അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് എന്താ അടിസ്ഥാനമാക്കിയത്? തലേ ദിവസം, അതും ഒരു ഇലക്ഷന്റെ തലേന്നാണ്, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ ആ വാർത്ത വന്നു. ഇംഗ്ലീഷ് പത്രമാണ്. ഞാൻ ധരിച്ചത് ഈ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഒരു നിലവാരമുണ്ടെന്നാണ്. ഇത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം മറ്റു വാർത്തകൾ കൊടുക്കുകയാണ്. ഞാനെന്ത് പുസ്തകം എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് പുസ്തകത്തിന് തലക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ആ വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ? എന്തായിരുന്നു ലക്ഷ്യം? പാലക്കാട് ചേലക്കര തെരഞ്ഞെടുപ്പിൽ അലങ്കോലപ്പെടുത്താൻ. എന്നിട്ട് അതിൽ ഒരു ഉപമയും കൂട്ടിച്ചേർത്തു. മുൻപ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ VS രമയെ കാണാൻ പോയതുപോലെ ഒരു സംഭവമായി ചിത്രീകരിച്ച് ആ പുസ്തകത്തിനകത്ത് പാർട്ടിക്കെതിരായിട്ടും പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലേ? എനിക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഇത്രയും എഴുതി പ്രചരിപ്പിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാ? ഇതിന്റെ എല്ലാം കാര്യങ്ങളെ കുറിച്ച് കുറെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി ആക്രമണങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒട്ടനവധി വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ, പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഒരു കാര്യം, ഞാൻ സംശുദ്ധനാണ്. എന്റെ മടിയിൽ ഒരു ഖനവുമില്ല. ഞാൻ അഴിമതിരഹിതമായ ഭരണം നടത്തിയിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു. സംശുദ്ധമായിരുന്നു എന്റെ ഭരണം. ആ ഗവൺമെന്റ് സംശുദ്ധമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് സംശുദ്ധമാണ്. എത്രമാത്രം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഞാൻ പിന്നെ ഈ ആരോപണത്തിന്റെ പിന്നാലെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തിരിച്ചറിയേണ്ടത് ഈ നാടാണ്, ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് എന്നെ അറിയാം. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നാട് പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ച് വളർന്നു വരുന്ന നാടാണ്. ഈ രാജ്യത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടാലേ ഈ നാട് അഭിവൃദ്ധിപ്പെടൂ. നമ്മൾ ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് വളർന്ന് വികസിക്കണം. ആ വളർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്താണ് പ്രധാന ഘടകം. ആ ഇടതുപക്ഷം ദുർബലമായാൽ നാട് ദുർബലമാകും. ആ ഇടതുപക്ഷത്തിന്റെ കരുത്തിൽ ഞാനും ഒരു ചെറിയ സംഭാവന ചെയ്യുന്നു. ആ സംഭാവന ചെയ്യുന്ന കരുത്തിനെ തകർക്കുക. പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളോട് മാത്രം ഇങ്ങനെ? എന്നോട് മാത്രമൊന്നുമല്ല. ഞാൻ യഥാർത്ഥത്തിൽ ആ കാര്യം എന്നോട് ചോദിക്കുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞു, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിയതുപോലെ ഏതെങ്കിലും ഒരാളെ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? അഴീക്കോടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആനന്ദകൃഷ്ണ, കണ്ണൂർക്കാർക്ക് അറിയാം. ആനന്ദകൃഷ്ണ മോട്ടോഴ്സ്, നമ്മുടെ മരിച്ചുപോയ ശ്രീ നാരായണൻ, അദ്ദേഹത്തിൻ്റെതാണ്. ചുവന്ന ബസ്സാ ആനന്ദകൃഷ്ണ ബസ്. അത് അഴീക്കോടിന്റെ ബസ്സാണെന്ന് പറഞ്ഞിട്ട് അഴീക്കോടിനെ കുറ്റവിചാരണ നടത്തിയില്ലേ? ആ അഴീക്കോടിനെ കുറിച്ച് എത്രമാത്രം തെറ്റായ കാര്യം പ്രചരിപ്പിച്ചിരുന്നു. അദ്ദേഹം മരിച്ചപ്പോഴോ ഈ പ്രചരണം നടത്തിയവരാരെങ്കിലും ഞങ്ങളെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞോ? എന്താണ് അതിന്റെയൊക്കെ അടിസ്ഥാനം? ഇടതുപക്ഷ വിരുദ്ധ ഒരു അവസ്മാരമാണത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രസ്ഥാനത്തെ തകർക്കുക. ഞാനിവിടെ ശോഭാ സിറ്റിയിലെ കാര്യങ്ങളും ഞാൻ വലിയ ഗൗരവമായി എടുത്തിട്ടില്ല. എന്തുകൊണ്ടാ? കേരള പാർട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയന് തൃശൂരിൽ ബംഗ്ലാവുണ്ടെന്ന് പറഞ്ഞൊരു വീടിന്റെ പടം, ഒരു ഗൾഫിലുള്ള ഒരു വലിയ ബിസിനസ്മാന്റെ വീടിന്റെ പടമെടുത്ത് ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നില്ലേ? പണം കൊടുത്തിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ? സ്ത്രീകളെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഭാര്യയെയും മക്കളെയും വെറുതെ വിട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നേ ഉള്ളൂ തെറ്റ് ചെയ്യരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അതാണ്. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. തെറ്റായ ഒരു കാര്യങ്ങളും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ സംശുദ്ധമായ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുക. തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത്. ഈ പുസ്തകത്തിൽ എൻ്റെ ജീവിതത്തിൽ കുറേ ഭാഗം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഭാഗം രേഖപ്പെടുത്താൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഇതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ഭാഗം തുടരണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്ന് വെളിവാക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾ അറിയേണ്ട സമയത്ത് അവരെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം ഒരിക്കൽ കൂടി ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഒരു ജീവിതത്തിൽ എനിക്ക് ഇന്ന് പറയാൻ കഴിയാതെ വന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ പുസ്തകം പുറത്തു വരുമ്പോൾ പലരും അവരുടെ ജീവിത അനുഭവങ്ങളുമായി പങ്കുവെക്കാൻ മുന്നോട്ട് വരുമെന്ന് എനിക്കറിയാം. അവരിൽ നിന്ന് ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ശേഖരിച്ച് എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ പുസ്തകത്തിൽ ഒരു ചെറിയ ഭാഗമേ വന്നിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഇവിടെ പറഞ്ഞത് മാത്രമല്ല, എനിക്ക് ഒരുപാട് വിഷമങ്ങൾ, ശാരീരിക വിഷമങ്ങൾ എന്നെ അടിച്ച് ഈ തെരുവിലിട്ടിട്ടില്ലേ, ബോധം കെടുത്തിയിട്ടില്ലേ.
ഇവിടുത്തെ പയ്യാമ്പലത്തുള്ള അവിടുത്തെ ട്രെയിനിങ് സ്കൂളിൽ കമാൻഡേഴ്സ് അടിച്ച് 2 ദിവസത്തേക്ക് ബോധം കെടുത്തിട്ടതാണ്. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ഈ നാടിന് വേണ്ടിയിട്ടാണ്, ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് പകരാനാണ്, ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്റെ കൺമുമ്പിൽ തെറ്റുകൾക്കെതിരായി ഞാൻ പടപൊരുതിയിട്ടുണ്ട്, ഇനിയും പൊരുതും. എന്റെ കൺമുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം വിമാനത്തിൽ, ഞാനിത് നോക്കി നിൽക്കുമെന്നാണോ? ഒരാക്രമണം ഉണ്ടാകുമ്പോൾ എന്റെ പാർട്ടി നേതാക്കളെ, എന്റെ പാർട്ടിയെ കാത്തു സൂക്ഷിക്കാൻ ജീവൻ കൊടുത്ത് ഞാൻ പോരാടും. ആ ദൗത്യമാണ്. പിണറായിക്ക് നേരെ ആക്രമണം വന്നപ്പോൾ ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. 2 വീശുമ്പോഴേക്കും പലതും താഴെ വീണിരിക്കുന്നു. അത് അക്രമികൾ മനസ്സിലാക്കുന്നത് നല്ലത്. ആ കരുത്ത് എനിക്ക് ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. ആ കരുത്തും ശക്തിയും മനോധൈര്യവും എനിക്ക് നൽകിയത് നിങ്ങളാണ്. ആ നിങ്ങളുടെ മുമ്പിൽ എന്റെ ജീവചരിത്രം, എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, എന്നെ വിമർശിക്കുന്നവർക്ക്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് പഠിക്കാൻ കഴിയട്ടെ. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ എന്റെ ഈ ജീവചരിത്രം തയ്യാറാക്കിയത്. ഇത് പ്രസിദ്ധീകരിക്കാൻ മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി, പ്രത്യേകിച്ച് ഇവിടെ ഞാനുമായിട്ട് മാതൃഭൂമിയുമായിട്ട് നേരത്തെ തന്നെ വലിയ ബന്ധമാണ്. ഇവിടെ ശശി മാതൃഭൂമിയുടെ, അദ്ദേഹം കണ്ണൂരിലും ദുബായിലൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹവുമായിട്ടൊക്കെ വലിയ സൗഹൃദവും ബന്ധങ്ങളുമാണ്. മാതൃഭൂമിയുമായിട്ട് എനിക്ക് നേരത്തെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ശ്രീ ശ്രേയസ് കുമാർ, അദ്ദേഹത്തിന്റെ പിതാവുള്ള കാലഘട്ടമെല്ലാം നല്ലതുപോലെ അദ്ദേഹവുമായിട്ടൊക്കെ പല കാര്യങ്ങളിലും ഉപദേശങ്ങളും സഹായങ്ങളും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം ശ്രീ ശ്രേയസ് കുമാറുമായിട്ട്, മാതൃഭൂമിയുമായിട്ട്, ആ മാതൃഭൂമിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അവർ ആവശ്യപ്പെട്ടു ഞങ്ങൾ പ്രിന്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. വളരെ സന്തോഷത്തോടു കൂടി മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് അതിനുവേണ്ടി മാതൃഭൂമി ഏൽപ്പിച്ചു. അവരാ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഒരു 10,000 കോപ്പിയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്നാണ്. ഇവിടെ തന്നെ വന്നിട്ടുള്ള പലരും ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊരു 300 കോപ്പി ഞങ്ങളുടെ കമ്പനിയിലുള്ള മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കാൻ ഒരു 500 കോപ്പി, ഒരു 100 കോപ്പി വീതം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ പണം അടച്ചിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് ഇപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു 100 കോപ്പിക്ക് ഞങ്ങൾ എറണാകുളത്ത് മാതൃഭൂമിയുടെ ഓഫീസിൽ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി പേര് ഈ എന്റെ ജീവചരിത്രം വാങ്ങാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ജനകീയ അംഗീകാരം നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ഞാനല്ല, ഞാൻ എന്റെ ഓർമ്മകൾ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിർവഹിച്ചത് നിങ്ങളാണ്. ആ നിങ്ങളോട്, ജനങ്ങളോട്, കേരളത്തിലെ ജനതയോട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തോട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിനോട് എനിക്കുള്ള എന്റെ കടപ്പാട്, എന്റെ ജീവിതം പാർട്ടിയാണ്. ഞാൻ ഇന്ന് വരെ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ജീവിച്ചത്. എന്റെ ജീവിതം പാർട്ടി ജീവിതമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ഞാൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം എളിയ തോതിൽ ഈ പുസ്തകത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം നൽകിയിട്ടുള്ള പിന്തുണയും സഹായങ്ങളും ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകിയിട്ടുള്ള ഈ സ്നേഹവായ്പ്, നിങ്ങളുടെ നല്ല വാക്കുകൾ, ഇത്രയും തന്നെ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ നടക്കുന്ന ഇത്തരം പരിപാടികളിൽ ആദ്യത്തെ 1-2 പ്രസംഗം കഴിഞ്ഞാൽ ആളുകളെല്ലാം ഏതാണ്ട് എഴുന്നേറ്റ് പോയി അവസാനം കുറെ കാലിയാകുന്ന സ്ഥിതിയാണ്. പക്ഷെ ഇതല്ല. ഈ സദസ്സ് നിങ്ങളെല്ലാം ഇതിന്റെ അവസാന ഭാഗം വരെ കേൾക്കാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായി. അങ്ങനെയുള്ള നിങ്ങളോടെല്ലാം എനിക്കുള്ള കടപ്പാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എന്നോടല്ല നിങ്ങൾക്കത്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ആ സ്നേഹം പ്രസ്ഥാനത്തോട് കാണിക്കുന്ന നിങ്ങളുടെ ഈ സ്നേഹമായിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം.